തീർച്ചയായിട്ടും എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. AICCയുടെ പ്രസിഡന്റ് അത് ബഹുമാനപ്പെട്ട AK ആന്റണി സാറിനോട് അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് മുൻപ് സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്, ആത്മവിശ്വാസവുമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എനിക്ക് വീണ്ടും ഒരു അവസരം കൂടി നൽകുമെന്നുള്ള ഉത്തമമായ വിശ്വാസമുണ്ട്. നേതൃത്വവുമായിട്ട് ഞാൻ നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് സിറ്റിംഗ് MLA മാർക്ക് 20 പേർക്കും സീറ്റ് കൊടുത്തപ്പോൾ എനിക്ക് ഉറപ്പായും സീറ്റുണ്ട്, അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളൂ, എനിക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസ് പാർട്ടി ഒരിക്കലും എന്നെ തടയാനുള്ള ഒരു സാഹചര്യവും ഞാൻ കാണുന്നില്ല. അത് ഞാൻ ജനങ്ങളുടെ മുൻപിൽ ഒരു തുറന്ന പുസ്തകമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഉത്തമമായ വലിയ വിശ്വാസമുണ്ട്. ഇല്ലില്ല, എനിക്ക് സ്ഥാനത്തേക്കാൾ വലുത് മാനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും വലുത് എൻ്റെ നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് എന്നെ ഒഴിവാക്കരുതെന്നാണ്. വിശുദ്ധ ബൈബിളിലൊരു വചനമുണ്ട്, ഞാൻ പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം ഇനി കാത്തിരിക്കുകയാണ്. അല്ല, ആ തീരുമാനത്തിലേക്ക് ഒന്നും പോയിട്ടില്ല. എനിക്കിപ്പോൾ എൻ്റെ തീരുമാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എനിക്ക് സീറ്റ് നൽകണം. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി, പക്ഷെ വലിയ ലീഡിൽ ഞാൻ ജയിക്കും. പെരുമ്പാവൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലീഡിൽ എനിക്ക് ജയിക്കാൻ പറ്റും, എൻ്റെ പ്രസ്ഥാനം എന്നെ കൈവിടാതിരുന്ന. അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ പ്രവർത്തകർ കൂടുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തോ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ഒരേ ഒരു ആവശ്യവും ഏറ്റവും ചെറിയ ആവശ്യവും, ഞാൻ നിലവിലുള്ള എൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഒരവസരം കൂടി എനിക്ക് പാർട്ടി നൽകണമെന്നുള്ള അപേക്ഷയാണ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് എനിക്ക് ബൂത്ത് പ്രസിഡന്റുമാരുടെ മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് എൻ്റെ മണ്ഡലത്തിലെ വാർഡ് പ്രസിഡന്റുമാരുടെ മുന്നിലുള്ളത്. ആ അപേക്ഷയാണ് എനിക്ക് മണ്ഡലം ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് ഇവിടുത്തെ ജില്ലാ ഭാരവാഹികളുടെയും കാർണവന്മാരുടെയും മുൻപിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ അപേക്ഷ പരിഗണിച്ച് എനിക്ക് സീറ്റ് നൽകി കോൺഗ്രസ്സിന് ഈ സീറ്റ് നഷ്ടപ്പെടാതെ കോൺഗ്രസ് നേതൃത്വം അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ദില്ലിയിൽ ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. ഈ പ്രശ്നമുണ്ടായതിനു ശേഷം 2 തവണ പോയപ്പോഴും ആ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷപൂർവ്വമാണ് 2 യാത്രകളും തിരിച്ചു വന്നത്. നിങ്ങൾ എൻ്റെ മുഖം കാണുമല്ലോ, ഏറ്റവും ചിരിച്ച് സന്തോഷിച്ചാണ് ഞാൻ വന്നത്. കാരണം അവർ നൽകിയ ആത്മവിശ്വാസം, എൻ്റെ നേതാക്കന്മാരിൽ എനിക്ക് വിശ്വാസമുണ്ട്. ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി, വളരെ വാത്സല്യത്തോടുകൂടി എന്നോട് വളരെയധികം സമയം തിരക്കുണ്ടായിട്ട് ഇരുന്ന് സംസാരിക്കുകയും എന്നെ അനുഗ്രഹിച്ചാണ് അദ്ദേഹം അവിടെ നിന്ന് വിട്ടത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുകയും എനിക്ക് ആ സീറ്റ് നൽകാൻ വേണ്ടി പരിശ്രമിക്കുകയും വാദിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം മുഴുവൻ സമയം കൂടെ നിന്ന് ആ സീറ്റ് കിട്ടിയാൽ ഞാൻ ജയിക്കുമെന്ന് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ശ്രീ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും എൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും എന്നെ അറിയുകയും ചെയ്യുന്ന ഒരാളാണ്. ആരാണ് തടസ്സമെന്ന് എനിക്കറിയില്ല. ആ തടസ്സം ഇന്നോടുകൂടി മാറും. എനിക്ക് മത്സരിക്കാനുള്ളൊരു അവസരം സംജാതമാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്കങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല. ഈ സമാന ആരോപണം നേരിടുന്ന വിൻസെന്റ് അടക്കമുള്ള ആളുകൾക്ക് സീറ്റ് കൊടുക്കുമ്പോഴാണ് അങ്ങേ തടയുന്നത്. അപ്പോൾ ഒരേ പന്തിയിൽ 2 തരത്തിലുള്ള വിളമ്പലാണോ കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്? കാരണം അങ്ങേ പരിഗണിക്കുന്നത് പോലും ആ രീതിയിലാണെന്നുണ്ട്. കാരണം 1.5 കൊല്ലമായിട്ട് ഈ മണ്ഡലത്തിൽ നിലവിൽ പ്രചരണം നടത്തുന്ന ഒരാൾ കൂടിയാണ്. ഞാനും വിൻസെന്റും നിരപരാധികളാണ് ഈ 2 കേസിലും. എനിക്ക് അറിയാം. വിൻസെന്റിനെ പരിഗണിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം അവിടെ വലിയ ലീഡിൽ ജയിക്കും. അതേ പരിഗണന എനിക്ക് നൽകണം. 2-3 ദിവസങ്ങളായി ഞാൻ കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് ഇനി അവസാന നിമിഷം നോമിനേഷൻ കൊടുത്താലും ഞാൻ ജയിക്കും. വലിയ ലീഡിൽ ജയിക്കാൻ എനിക്ക് കഴിയും.
അപ്പോൾ പരിഗണന എന്നുള്ളത് പലർക്കും പല രീതിയിലാണ്. എനിക്ക് അത്ര പരിഗണന കിട്ടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ വലിയൊരു പുണ്യവാളനോ വലിയൊരു വ്യക്തിത്വത്തിന് ഉടമയോ വലിയൊരു നേതാവോ ഒന്നുമല്ല. ഞാനൊരു ഭൃത്യനാണ്, ഞാനൊരു ജനസേവകനാണ്. ഞാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ മുന്നിൽ വിനയത്തോടു കൂടി നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അതുകൊണ്ട് എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട് ജനങ്ങളിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ 20 മക്കളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ MLA-മാരായി. ഇപ്പോൾ സിറ്റിംഗ് MLA ശ്രീ കെ ബാബു അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ള ഞങ്ങൾക്ക് 19 പേർക്കും കൊടുത്ത അതേ ഒരു പരിഗണന എനിക്ക് നൽകണം, നൽകാതെ പോകരുത്. അത് ജനങ്ങളിൽ വളരെ വിഷമമുണ്ടാക്കും എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ സി പി എമ്മിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ശശി ഉൾപ്പെടെ ഈ കോൺഗ്രസ് ഉൾപ്പെടെ ശശിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതാണ്. എന്നാൽ ഇന്നിപ്പോൾ ആ ശശിക്ക് കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്നുണ്ട് മത്സരിക്കുന്നിടത്ത്. ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരാൾ കുറ്റക്കാരനാകണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട, മറ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകൾ കുറ്റക്കാരാണ് എന്ന് കരുതാൻ കഴിയുമോ? ആരോപണങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ശ്രീ PK ശശി കോൺഗ്രസിലേക്ക് വരുന്നു, അദ്ദേഹം മത്സരിക്കുന്നു, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വിജയ സാധ്യതയുള്ളത് കൊണ്ടാണ്. പൊളിറ്റിക്സിൽ അങ്ങനെയാണ്. ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവാണ്. ഈ പ്രാദേശികമായിട്ടുള്ള നാളത്തെ ശത്രു ഇന്നത്തെ മിത്രമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്. പ്രാദേശികമായി 3000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിരുന്നത്. 2020 ഉണ്ട്. നേരത്തെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. 2020 സ്ഥാനാർത്ഥിയാണെങ്കിൽ നേരത്തെ കോൺഗ്രസായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ വലിയ സങ്കീർണമായിട്ടുള്ളൊരു മത്സര ചിത്രമാണ്. അപ്പോൾ എളുപ്പമാവോ മത്സരം? ആരാണെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസ് വിജയം എളുപ്പമാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷത്തെ വോട്ടർമാർ മാത്രമല്ല ഈ വർഷത്തെ വോട്ടർമാർ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പുതിയ ഒരുപാട് വോട്ടർമാർ വന്നിട്ടുണ്ട്. എവിടെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല. ഞാൻ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ വന്ന് ഒത്തിരി മോഹങ്ങൾ കൊടുത്തു. മുഴുവൻ പേർക്കും വീട്, തൊഴിലവസരങ്ങൾ, സൗജന്യമായ ഭക്ഷണം, 2 കിലോ പഞ്ചസാര, 1 കിലോ പാല്, 3 കിലോ ആട്ടിറച്ചി, നെയ്യ്, അങ്ങനെ പല പല കാര്യങ്ങൾ കൊടുത്തു. പാവപ്പെട്ട ആളുകൾ വോട്ട് ചെയ്തു പോയി. അങ്ങനെയാണ് അവർ 20,500 വോട്ട് പിടിച്ചു. ഇത് നല്ലൊരു വിഭാഗം വോട്ടും എനിക്ക് കിട്ടേണ്ട വോട്ടുകളായിരുന്നു. അവരെല്ലാം തിരിച്ചു വന്നു. ഈ പഞ്ചായത്ത് ഇലക്ഷൻ അവരെല്ലാം തിരിച്ചു വന്നു. ഇപ്പോൾ അവർ NDA ആയിട്ടാണ് മത്സരിക്കുക. അതുകൊണ്ട് NDA ആയിട്ട് മത്സരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ കുറഞ്ഞു പോകും. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒരുപക്ഷെ കേരള കോൺഗ്രസ്സിലോ 2020 ഒക്കെ പോകും, പക്ഷേ ഈ വർഗീയ മുന്നണിയിലേക്ക് പോകാറില്ല. അതുകൊണ്ട് ആ വോട്ടുകളെല്ലാം എനിക്ക് തിരിച്ചു വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് 15,000 മുതൽ 25,000 വരെ വോട്ടിന് ജയിക്കാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കാര്യമായിട്ട് കൂട്ടണ്ട. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ട്രെൻഡ്, ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ വിവേകം, ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ മുന്നേറ്റം, പല രീതിയിലുള്ള കാര്യങ്ങളാണ് അഭിമുഖീകരിക്കാൻ പോവുക. ഈ 2026 ഇലക്ഷനിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ മത്സരിച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ഇന്ന് വരെയും കാണാത്ത വലിയ ലീഡ് എനിക്ക് എൻ്റെ ജനങ്ങൾ നൽകും. ആ ലീഡ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ആ ലീഡ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സീറ്റ് വഹിക്കുന്നത്. സീറ്റ് കിട്ടി മത്സരിച്ചാലല്ലേ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് ഇത് കാണിച്ചു തരാം എനിക്ക് എത്ര ലീഡ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സീറ്റ് ചോദിക്കുന്നത്. രാവിലെ പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ സീറ്റുകളുടെയും കൺഫ്യൂഷൻസ് കഴിഞ്ഞു, അതായത് ഫൈനലി ഒരു തീരുമാനമായിട്ടില്ല, അധികം താമസിയാതെ ലിസ്റ്റ് പുറത്തു വരുന്നതാണ്. അപ്പോൾ ഈ പെരുമ്പാവൂരിലെ കാര്യത്തിൽ ഇത്രയും സങ്കീർണമായ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ല, അദ്ദേഹത്തിനും കൺഫ്യൂഷൻ ഇല്ല. ഞങ്ങൾക്ക് സീറ്റ് കിട്ടും. കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനമാണ്. അപ്പോൾ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കത്തില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അവർ തീരുമാനിച്ച് ഒപ്പിട്ടാൽ ആർക്കും അതിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പറയുന്നത് അനുസരിക്കണം. അങ്ങനെയല്ല, ഇത് ജനങ്ങൾ പറയുന്നത് ഞങ്ങളെ നേതാക്കന്മാർ അനുസരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വലിയ ജനാധിപത്യ പ്രക്രിയയിൽ കോൺഗ്രസ് പ്രസ്ഥാനം സത്യസന്ധമായി നിഷ്പക്ഷമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. താങ്കളുടെ മകനൊരു ചെരുപ്പ് വേണം, താങ്കൾ നേരിട്ട് പോയി ഇവിടെ കൊണ്ട് ചെരുപ്പം കൊടുക്കുന്നു. ചിലപ്പോൾ പാകാവും, ചിലപ്പോൾ പാകാവില്ല, ചിലപ്പോൾ ഇടാൻ പറ്റും. അങ്ങനെയല്ല, താങ്കൾ ഇവിടെ വന്ന് കൊച്ചിനെ കൊണ്ടുപോയി അവിടെ കടയിൽ കൊണ്ടുപോയി പലത് കാണിച്ചു കൊടുത്ത് നോക്കി ഇഷ്ടപ്പെട്ടത് നോക്കി തിരിച്ചു വരുമ്പോൾ സമയം കൂടുതലെടുക്കില്ലേ? ആ സമയമാണ് ഇവിടെ എടുക്കുക. പാകത്തിനുള്ള കാര്യങ്ങൾ നോക്കി അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്. എൻ്റെ കാല് ചെറുതായിക്കൊണ്ടിരിക്കുക, മുമ്പ് വലിയ കാലായിരുന്നു. നേരത്തെ സീരിയസ്ലി 8 എന്നുള്ള 7 ഇഞ്ചിലേക്ക് മാറി. പ്രാദേശികമായിട്ടുള്ള ചില ആളുകൾ ഹൈക്കമാൻഡിനെയും നേതൃത്വത്തെയും കണ്ട് എൽദോസ് കുന്നപ്പള്ളിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ
സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അനിശ്ചിതത്വം എന്ന് പറയുന്നത്. പ്രാദേശികമായ നേതാക്കന്മാർക്കൊന്നും ഹൈക്കമാൻഡിന് അങ്ങനെ പെട്ടെന്ന് പോയി കാണാൻ കഴിയുന്ന സാഹചര്യമില്ല. വലിയ തിരക്ക് അവിടെ. ഞാൻ MLA ആയിട്ട് പോലും എനിക്ക് എല്ലാവരും കാണാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമെന്നുള്ളതൊക്കെ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥി നിൽക്കാൻ പോവല്ലേ. പിന്നെ എന്തിനാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നത്? താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.